ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള രണ്ട് പുതിയ അപ്ഡേറ്റുകളാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിനെ കുറിച്ചാണ്. നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒഡീഷ FCക്കെതിരായ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയതിനു ശേഷം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ ആശാൻ ദിമിത്രിയോസ് ഡയമന്റക്കോസിനെ കളിക്കളത്തിൽ നിന്നും പിൻവലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലന സെക്ഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസ് പങ്കെടുത്തിട്ടില്ല. ഇതിന്റെ കാരണം എന്നുള്ളത് താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പേശി വലിവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ പരിശീലന സെക്ഷനിൽ ദിമിത്രിയോസ് ഡയമന്റക്കോസ് ഇല്ലാതിരുന്നത്. കൂടാതെ ഇതിനെ തുടർന്ന് നിലവിൽ ദിമിത്രിയോസ് ഡയമന്റക്കോസ് വിശ്രമത്തിലാണ് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ദിമിയുടെ ഈ ഒരു പേശി വലിവ് എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെട്ട് വീണ്ടും ശക്തനായി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ അടുത്ത് ലൂണക്ക് പകരക്കാരനായി കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ചിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ വളരെ മനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഉറുഗ്വേ താരമായ അഡ്രിയാൻ ലൂണക്ക് പരിക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് കൊണ്ട് ഈ ഒരു സീസണിൽ നിന്നും താരത്തിന് പുറത്തു പോവേണ്ടിയും വന്നു. പകരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നൊരു താരമായിരുന്നു ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെർണിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ സൈൻ ചെയ്തതിനു ശേഷം വളരെയധികം ആരാധക പിന്തുണ ലഭിച്ച ഫെഡോർ സെർണിച്ച് തന്റെ രാജ്യത്തെ ഏറ്റവും മികച്ച ആരാധക പിന്തുണയുള്ള 3 കായിക താരങ്ങളിൽ നിലവിൽ താൻ ഉണ്ടെന്നും അവകാശപ്പെട്ടു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഫെഡോർ സെർണിച്ചിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ലിത്വാനിയയിലെ ഏറ്റവും പോപ്പുലറായ സ്പോർട്സ് താരങ്ങളിൽ നിലവിൽ ഞാൻ 3ാം സ്ഥാനത്താണ് എന്നാണ് കരുതുന്നത്. എന്നേക്കാൾ കൂടുതൽ പിന്തുണയുള്ളത് NBA താരങ്ങൾക്കാണ്. ഫെഡോർ സെർണിച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ വ്യക്തമാവുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ ഒരു ഫാൻസ് പവർ തന്നെയാണ്. യൂറോപ്യൻ നാഷണൽ ടീമായ ലിത്വാനിയയുടെ നായകനായ ഫെഡോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതിനു ശേഷം 6000 പിന്തുണക്കാർ മാത്രമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 2 ലക്ഷത്തോടടുത്ത് പിന്തുണക്കാരാണ് താരത്തിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നിലവിലെ താരത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക പിന്തുണ കണ്ടിട്ട് താരം തന്നെ ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.